Hi everyone, welcome to my channel. നമ്മളെല്ലാവരും തന്നെ ബോട്ടിലൊക്കെ കഴുകിയെടുക്കാനായിട്ട് ബോട്ടിൽ ബ്രഷുകൾ ഉപയോഗിക്കാറുണ്ട്. എല്ലാവരും തന്നെ ഇത് കടയിൽ നിന്നും വാങ്ങിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇത് ഒരു കഷ്ണം കയറുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റിന്റെ പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കയറിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. വലിയ പീസൊന്നും വേണ്ട, ചെറിയൊരു കഷ്ണം കയറിൻ്റെ പീസ് മതി. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു കമ്പിയുടെ കഷ്ണമാണ്. കമ്പി ഞാനിവിടെ 4ആയി മടക്കിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി ബ്രഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കയറിനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചെടുക്കാം. ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിനായിട്ട് നമ്മൾ കയറെടുക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കയറെടുക്കരുത്, കുറച്ച് ഹാർഡായിട്ടുള്ളത് എടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഈ കയറ് മുഴുവനും ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കമ്പി 4ആക്കി മടക്കിയതെടുക്കാം. അതിൻ്റെ ഈ ക്ലോസ് ആയ ഭാഗത്ത് ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഇതുപോലെ വെച്ചിട്ട് ഒന്നിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ബ്രഷിന് എത്രത്തോളം നീളം വേണം ആ ഭാഗത്ത് ഒരു നൂല് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്നിങ്ങനെ കെട്ടിക്കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ഒരു ക്ലിപ്പ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലോണം ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിപ്പ് കൂടി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കയറിൻ്റെ ഓരോ പീസസ് ആക്കിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ 2 അറ്റവും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ സെൻറ്റർ ഭാഗത്ത് പിടിച്ചിട്ട് വേണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. കയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോവരുത്. ഈ നല്ലോണം സ്പ്രെഡ് ചെയ്തെടുത്ത് ഈ ഓരോ പീസും നമ്മൾ ഈ മടക്കി വെച്ചിട്ടുള്ള ഈ 2 കമ്പിയുടെ ഇടയിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കയറിൻ്റെ പീസുകൾ മുഴുവനായിട്ടും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാനിപ്പോൾ ഇത്രയും ഭാഗം ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗം കൂടി ഇതേപോലെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇത്രയും ഭാഗമാണ് ഇങ്ങനെ കയറിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ശേഷം നമ്മൾ ഈ കെട്ടിയിട്ടുള്ള ഈ നൂലിങ്ങനെ നീക്കിയിട്ട് ഇതിനോട് അടുപ്പിച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ നൂല് കെട്ടിയ ഭാഗത്ത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഈ ഫോർക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കാം. നല്ലോണം ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഈ കയറിൻ്റെ പീസസൊക്കെ ഇങ്ങനെ നല്ലോണം അതിൽ ടൈറ്റ് ആയിട്ടിരിക്കും. നല്ലോണം നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഒരിക്കലും ഊരി വരാത്ത രീതിയിലിരിക്കും. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാനിത് നല്ലോണം ഇങ്ങനെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ നൂല് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ ബ്രഷിൻ്റെ ഹാൻഡിലിൻ്റെ ഭാഗം കൂടെ നമുക്ക് ഇതേപോലെ തന്നെ ഒന്നിങ്ങനെ പിരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ കമ്പിയുടെ ഏറ്റവും താഴ്ഭാഗത്ത് പിടിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഫോർക്ക് നല്ലോണം ഒന്നിങ്ങനെ കറക്കി കൊടുക്കുക. മാക്സിമം സ്ട്രൈറ്റ് ആക്കി പിടിച്ചിട്ട് കറക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ താഴ്ഭാഗം ഇപ്പം ഞാനിങ്ങനെ പിരിച്ചെടുത്തിട്ടുണ്ട്. ഏറ്റവും അറ്റ ഭാഗം ഇങ്ങനെ മുകളിലോട്ട് മടക്കി വെക്കുകയാണ്. ഒന്നും കൂടെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ മുകൾ ഭാഗത്ത് വെച്ചിട്ടുള്ള ഈ ഫോർക്ക് ഈ കമ്പി ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്തതിന് ശേഷം അതിൽ നിന്നും ഊരി മാറ്റാം. ഇപ്പം ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാവും. ഈ ഹോളിലും നമുക്ക് കയറിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു കയറിൻ്റെ പീസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഈ ഹോള് കുറച്ചുകൂടി വലിപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പീസ് കൂടെ നമുക്കിവിടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 പീസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ കയറിൻ്റെ 2 സൈഡും നല്ല പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കയറ് ഊരി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മുകൾ ഭാഗവും നല്ല പോലെ ഒന്ന് പിരിച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ കയറിൻ്റെ 2 സൈഡും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഒരേ സൈസിലാക്കിയെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ വലിപ്പം വ്യത്യാസം ഉണ്ടെങ്കിലോ നമ്മൾ ഇട്ട് കൊടുത്ത പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഹാൻഡിലിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒരു ഇൻസുലേഷൻ ടാപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടാപ്പോ വെച്ചിട്ട് ചുറ്റി കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ബോട്ടിൽ ബ്രഷ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ വാങ്ങിക്കുന്ന ബ്രഷിൻ്റെ അതേപോലെ തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇത് വെച്ചിട്ട് ഒരു ബോട്ടിൽ ക്ലീൻ ചെയ്ത് കാണിക്കാം. നമ്മൾ സാധാരണ ബോട്ടിൽ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെയാണ്. വളരെ എളുപ്പത്തിൽ ക്ലീനായി കിട്ടുകയും ചെയ്യും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്